നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള കുലങ്കശമായ ചർച്ചയിലാണ് LDFും UDFും. ഈ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടു കൂട്ടർക്കും ഒരുപോലെ തലവേദനയാകുന്നത് ഒരാളാണ്, സാക്ഷാൽ PV അൻവർ. പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് ഇടങ്കോലിടോ എന്നുള്ള ടെൻഷനിലാണ് കോൺഗ്രസ് നേതാക്കൾ. പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ PV അൻവർ എഫക്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയാവോ എന്നുള്ള ടെൻഷനിലാണ് നമ്മുടെ കോമ്രേഡ്സും. പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് തലവേദനയായി PV അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നത്. അല്ല, ഈ ഉപതെരഞ്ഞെടുപ്പ് വരാൻ തന്നെ കാരണം എന്താ? LDFിന്ന് അവരുടെ MLA ഇറങ്ങി പോകുന്നതുകൊണ്ടല്ലേ. സോ കോൺഗ്രസിന് വിജയം ഉറപ്പ്. അങ്ങനെയായിരുന്നു ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ കോൺഫിഡൻസിന് ഇപ്പൊ ചെറിയൊരു മങ്ങലേറ്റിട്ടുണ്ടോ എന്നൊരു സംശയം. അല്ല, തനിക്കിഷ്ടപ്പെടാത്ത തീരുമാനമാണ് കോൺഗ്രസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന്റെ കാര്യം ഒന്ന് ആലോചിക്കേണ്ടി വരും. അങ്ങനെയല്ലേ ഇപ്പൊ അൻവറേട്ടന്റെ ഒരു ആറ്റിറ്റ്യൂഡ്? ഇല്ല, അദ്ദേഹം ഒരു പേരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞു, പിന്നീട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? VS ജോയിയുടെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും പേരായിരുന്നു പാർട്ടിക്കകത്ത് ആക്റ്റീവായിട്ട് കേട്ടത്. അതിൽ തന്നെ മുൻതൂക്കം ആര്യാടൻ ഷൗക്കത്തിന്. ഇത് നമ്മുടെ അൻവറേട്ടനെ എങ്ങനെ സഹിക്കും? മൂപ്പർക്ക് ആര്യാടൻ ഷൗക്കത്തിനെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ. അതുകൊണ്ട് VS ജോയിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്ക് മേലെ നമ്മുടെ അൻവറേട്ടൻ നല്ല പ്രഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഇന്നലെ വരെ ഈ നാഴികയ്ക്ക് 40 വട്ടം കുറ്റം പറഞ്ഞിരുന്ന ആൾക്ക് വേണ്ടിയിട്ട് നാളെ തൊട്ട് എങ്ങനെ ഞങ്ങളുടെ അൻവറേട്ടൻ പ്രചാരണത്തിന് ഇറങ്ങും? സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ആര്യാടൻ്റെ മകനാണ് മുള്ളിപ്പം സിനിമയ്ക്ക് എടുത്ത് നടക്കുന്നത് കേട്ടോ. പുതിയ കഴിഞ്ഞ തവണ DCC പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ച്. അതിനു മുമ്പ് അതിന് ശേഷം പുള്ളി എന്താ സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ട് ആണോ എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. ഈ ഞാനാരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് ഈ ഡയലോഗിന് ആര്യാടൻ ഷൗക്കത്ത് നല്ല അസൽ മറുപടി കൊടുത്തെങ്കിലും ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തെങ്കിലും ഒന്ന് മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം തട്ടകത്തിലെ സീറ്റല്ലേ കയ്യിൽ നിന്ന് പോവാ. അതുകൊണ്ട് എല്ലാം സഹിച്ചു ക്ഷമിച്ചും കാത്തിരിക്കുക പാവം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും അതിനെ ജയിപ്പിക്കാൻ നിലമ്പൂരിൻ്റെ മണ്ണും മനസ്സും പാകമായി കിടക്കുക. ചുമരെഴുത്തുകൾ പോലും വന്നു, നിങ്ങൾ കണ്ടു കാണും. ചുവരെഴുത്തുകൾ പോലും വന്നു എന്ന് മാത്രമല്ല, കൈപ്പത്തി ചിഹ്നം വരച്ച് ആളെ കാത്തിരിക്കുക. ചോവരെഴുത്ത് എഴുതി ചിഹ്നവും വരച്ച് കാത്തിരുന്നിട്ട് എന്തുട്ട ഷൗക്കത്തിട്ട കാര്യം? ആ ചിഹ്നത്തിന്റെ അപ്പുറത്ത് ആരുടെ പേരെഴുതുന്നത് ഇതുവരെ തീരുമാനമായിട്ടില്ലല്ലോ. വേലങ്ങ് തടി പോലെ നിൽക്കല അൻവറേട്ടൻ. അൻവറിനെ കൂടി ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ UDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ സംവിധാനത്തേക്ക് അൻവറിനെ കൊണ്ടുവരും. പാർട്ടി പ്രവേശനം നേടുന്നതിന് മുന്നേ തന്നെ തലവേദന. പാർട്ടിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നേതാക്കന്മാരെ മുള്ളുമല നിർത്തിയില്ലേ? അൻവറേട്ടൻ ആളൊരു കില്ലാടി തന്നെ. ഒരു വ്യക്തിയും ഒരു പാർട്ടിയും, പ്രത്യേകിച്ച് UDFിലെ ഒരു ഘടകകക്ഷിയും പുറത്തുള്ള ഒരാളും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. ഇതുവരെ ഒരു സമ്മർദ്ദത്തിൽ ഞങ്ങൾ വഴങ്ങുന്നു. അച്ചോടാ, സ്ഥാനാർത്ഥി വിഷയം സംബന്ധിച്ചിട്ട് ചർച്ച ആരംഭിച്ചിട്ടില്ലാന്ന്. അതുകൊണ്ടാ അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ പൊളിച്ചേനെ. ബൈ ദ ബൈ, അൻവറേട്ടന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യത്തിലെ തീരുമാനം എന്തായി സതീശേട്ടാ? പെട്ടെന്ന് തീരുമാനം എടുത്തില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യും, PV അൻവറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുന്നൊക്കെയാണ് അവര് പറയണത്. 23-ാം തീയതി ചർച്ച നടത്തുന്നുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ട് ബഹുമാന്യനായിട്ടുള്ള PV അൻവറിൻ്റെ ഒരു കൂടിക്കാഴ്ചയുണ്ട്. അതിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. PV അൻവറിന് ഒറ്റയ്ക്ക് തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതെ UDFിലേക്ക് പോകാൻ സാധിക്കില്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഈശ്വര, ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു എത്തുപിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. ആരാദ്യം നിർത്തുന്ന അവർ തോറ്റു. അങ്ങനെ കളിക്കാം. അതേസമയം മറ്റൊരിടത്ത് ഞങ്ങൾക്ക് PV അൻവറിന് ഒരു പേടിയില്ല എന്ന് പറഞ്ഞ് വീമ്പിളക്കിയിരുന്ന ചിലരുടെ ഉള്ളിൽ കിടന്ന് കിടുങ്ങാണ്. ഇവിടെ ചിലർ പറഞ്ഞില്ലേ, സർക്കാരിന്റെ വിലയിരുത്തലാവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന്. എങ്ങാനും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? ഈ PV അൻവർ നമ്മുടെ മുഖ്യമന്ത്രിനെയും സർക്കാരിനെയൊക്കെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ സത്യമാണെന്ന് നാട്ടുകാർ വിശ്വസിക്കില്ലേ? ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു ക്ഷാമമില്ല, അനിവാര്യമായിട്ടും ജയിക്കണം എന്നുള്ള നമ്മുടെ അഭിപ്രായം. ജയിക്കും. അൻവർ പ്രത്യേകമായ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അയാൾ അവിടെ പ്രത്യേകം നിന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കതിലൊന്നും ഒരു ഉത്കണ്ഠയുമില്ല. അതെ, തീരെ ഉത്കണ്ഠയില്ലാന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. PV അൻവറിൽ നിന്ന് ഒരു പാഠവും നമുക്ക് പഠിക്കാനില്ല. PV അൻവർ എന്നത് CPM സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും
അടഞ്ഞ അധ്യായമാണ്. ആ ചാപ്റ്റർ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അൻവറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കുന്നില്ല. അൻവറിന്റെ പുസ്തകം നിങ്ങൾ തുറക്കേ അടക്കേ എന്തു ടച്ച് ചെയ്തോ, പക്ഷെ ഇനി ഇമാതിരി ആൾക്കാരെ മേലാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലാണ് ഞങ്ങളുടെ സ്വഭാവം മാറാൻ പോണേന്നാണ് CPIക്ക് പറയാനുള്ളത്. CPMന്റെ അനുവദിച്ച സീറ്റായതുകൊണ്ട് ഞങ്ങളെ പാർട്ടി ചിഹ്നത്തിൽ മാത്രം മത്സരിച്ചോളണമെന്നില്ല. ഞങ്ങൾക്ക് സ്വീകാര്യനായ സ്വതന്ത്രം ഉണ്ടെങ്കിൽ ആ സ്വതന്ത്രം ഞങ്ങൾ പരിഗണിക്കും. കണ്ട ഇത് തന്നെയാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സ്വതന്ത്രൻ എന്നിട്ട് കൊണ്ടുവരണതോ ദിമാതിരി വള്ളിക്കെട്ടും. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളില്ലേട്ട കളിക്കുന്നതാണ് CPIക്ക് പറയാനുള്ളത്. CPI അഭിപ്രായം വളരെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊരു വിവാദ വിഷയമാക്കാൻ CPI ആഗ്രഹിക്കുന്നില്ല. അത്തരം കാര്യങ്ങളിൽ നിലപാടുകൾ സൂക്ഷ്മത വേണമെന്ന് നിലപാട് CPI മുമ്പേ പറഞ്ഞിട്ടുണ്ട്. സൂക്ഷിച്ചും കണ്ടും തീരുമാനം എടുത്തില്ലെങ്കിൽ അൻവറിന്റെ കാര്യത്തിൽ കിട്ടിയ പോലെ 8ന്റെ പണി ഇനിയും കിട്ടുന്നതാണ് സുനീർ സഖാവിന് പറയാനുള്ളത്. പക്ഷെ സഖാവിന്റെ ആ കാര്യം പറച്ചില് നമ്മുടെ വേറെ സഖാക്കൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. സ്വാഭാവികം. CPI എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെതിരെ പറയാന്നുള്ളതാണല്ലോ CPM നേതാക്കളുടെ ഒരു ശീലം. ഏത് അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എത്ര ആലോചിച്ചാലും അതിന് ഉത്തരം കിട്ടുന്നതുമല്ല. അവിടെ നിങ്ങൾ അദ്ദേഹത്തെ തന്നെ പോയി സമീപിക്കൂ. അൻവറയൊക്കെ പാർട്ടി തന്നെ നേരത്തെ ഒഴിവാക്കിയ ഒരാളല്ലേ, അവരോട് പോയി ചോദിക്കൂ എന്താണ് നിങ്ങൾ പറഞ്ഞത്, എന്താണ് ഉദ്ദേശം എന്നുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ശക്തമായി പോരാടും, നല്ല സ്ഥാനാർത്ഥിയെ വെക്കും. എല്ലാ ജയസാധ്യതയും അവിടെയുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ ഒരു സീറ്റാണത്. ആ സീറ്റ് ഇടതുപക്ഷ മുന്നണി ജയിച്ചു വരും. സ്വന്തം മുന്നണിക്കകത്ത് 2 അഭിപ്രായം ഉണ്ടായിട്ടും ആ കോൺഫിഡൻസ് കണ്ട. എന്തായാലും PV അൻവറിനെ കൊണ്ട് 2 കൂട്ടരും ആകെ തലവേദന പിടിച്ചിരിക്കുകയാണ്. ഏതൊക്കെ സ്ഥാനാർത്ഥിനെ ആരൊക്കെ പിന്തുണയ്ക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. പുലി പോലെ വന്നത് എലി പോലെയായി. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങള്. ഷൈൻ ടോം ചാക്കോനെ അറസ്റ്റ് ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിന് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നല്ലേ കുടുംബക്കാരടക്കം ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതിങ്ങനെ കുറെ ഓലപ്പാമ്പുകളല്ലേ, അതൊക്കെ വരിട്ടാവും. അത് കഴിഞ്ഞിട്ട് കേസാകുമ്പോൾ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. ഓലപ്പാമ്പല്ല, ശരിക്കുള്ള പാമ്പാണെന്ന് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായിട്ടും അവർക്ക് മാത്രം ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണല്ലോ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ വരുമ്പോ വക്കീല് കൂടി ഉണ്ടാവോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മൂപ്പര് പുച്ഛിച്ചത്. കേസ് ആയിട്ടില്ലല്ലോ, കേസൊക്കെ ആവട്ടെ, ആയി വരുമ്പോഴല്ലേ നമുക്ക് അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കാം. നല്ല ഇണക്കവും ചേർച്ചയുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ദേ കണ്ടില്ലയോ, ഓലപ്പാമ്പല്ലേ. എന്നിട്ട് എന്ത് പറ്റിയാവോ, പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പോയപ്പോ ഷൈൻ ടോം ചാക്കോയുടെ കൂടെ അച്ഛനും വക്കീലും ഒക്കെ കൂടി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പടക്കട കുതാഹവ. ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല, ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല. ലഹരി കച്ചവടക്കാരായിട്ട് ബന്ധവുമില്ല. അന്ന് ഇറങ്ങി ഓടിയത് ഗുണ്ടകളാണെന്ന് പേടിച്ചിട്ടാണെന്നൊക്കെയുള്ള ഷൈൻ ടോം ചാക്കോയുടെ എല്ലാ കഥകളും കേരള പോലീസ് പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു. അങ്ങനെ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. സോ സാഡ്. ഇപ്പൊ പണ്ടത്തെ പോലെ ഓട്ടവും ചാട്ടവും ഡബിൾ മീനിങ് കോമഡിയും ഒന്നുമില്ല. ആകെ മൊത്തത്തിലൊരു ശോകമൂകമായ അവസ്ഥയാണ്. മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. കൃത്യമായിട്ടുള്ള തെളിവ് നിരത്തി പോലീസ് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോ നല്ല മണിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കാറുണ്ട്, ലഹരി ഇടപാടുകാരായിട്ട് ബന്ധമുണ്ട്, ലഹരി എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അന്ന് ഹോട്ടലിൽ റൂം എടുത്തത് ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ എല്ലാ ഷൈൻ ടോം ചാക്കോ തുറന്നു പറഞ്ഞു. ഇപ്പോഴെങ്കിലും വീട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഇവ മാത്രമല്ല, എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. ഞാൻ വിളിച്ചാൽ അവൻ വരും. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവായിരിക്കാം. എന്ത് എനിക്കറിയില്ല, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാറില്ല. അതായത് ഷൈനിനെ ഡി അഡിക്ഷൻ സെന്ററിലാക്കിയിട്ടുണ്ടെന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അതുള്ളതാണോ? എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ നിന്നിട്ടുണ്ട് 2 ആഴ്ച. അത് ഇവിടെയല്ല, പാലക്കാടാ, മനോമിത്ര. അവിടെ അന്വേഷിച്ച് അറിയാൻ പറ്റും. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അപ്പൊ ചേട്ടന്റെ അതേ പാതയിലാണല്ലേ അനിയനും? എന്നെ ഡി അഡിക്ഷൻ സെന്ററിലല്ല ഉണ്ടാക്കിയത്, ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത് എന്നെ. ഡ്രഗ് ഡീലർ സജീറിന് 20,000 റുപ്യ ഷൈൻ ടോം ചാക്കോ കൊടുത്തിട്ടുണ്ട്. അതെന്തുണ്ടെന്ന് ബ്രദറിന് അറിയോ? ഞാനൊരു 5,000 രൂപ വെച്ചിട്ട് തരാറില്ല. ഇതിപ്പോ പിടിച്ചതിനും വലിയതാണല്ലോ ആളേല്. ഞാൻ ഇടയ്ക്ക് പേപ്പർ വായിക്കും, ന്യൂസ് അധികം കാണാറില്ല ഇപ്പോ. കാരണം ഞങ്ങളുടെ വീട്ടിൽ കേബിൾ TV ഇല്ല ഇപ്പോ. കേബിൾ TV കട്ട് ചെയ്തു. അപ്പൻ സാമ്പത്തിക ഞെരുക്കം കാരണം കട്ട് ചെയ്തു. അപ്പൊ ഞാൻ ന്യൂസ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചത് ഇങ്ങനെയാണ്, ഇറങ്ങി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത്? ഓടേണ്ടത് നല്ലതല്ലേ എന്ന് ഞാൻ ചോദിച്ചു, അല്ലേ?
മുടുക്കൻ. അപ്പോ ഈ ഓട്ടത്തിന്റെ ഭാഗമായിട്ട് ഇനിയും കുറെ പേര് വരും. ബിക്കോസ് ഷൈൻ ടോൺ ചാക്കോ പറഞ്ഞിട്ടുണ്ട് സിനിമാ മേഖലയിൽ ഇനിയും കുറെ പേര് ലഹരിക്ക് അടിമയാണെന്നും അതാരൊക്കെയാണെന്നും തനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന്. സോ ഷൈൻ ടോൺ ചാക്കോ ഒരു ചെറിയ മീനല്ല ഗൈസ്. ഈ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസിന്റെ പരിശോധനയും വിവരം തേടലും നടത്തും. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിളായിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം അയ്യോ സിനിമാ സെറ്റല്ലേ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ. അപ്പൊ മാരത്തണിന്റെ ഭാഗമാവാൻ എല്ലാരും റെഡി ആയിക്കോട്ടാ. പണി പിന്നാലെ വരുന്നുണ്ടാവറാച്ച.